എറണാകുളം അരൂർ ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഓരോ ദിവസവും അപകടങ്ങൾ പതിവായി മാറുന്ന കാഴ്ചയാണ് ഈ ദേശീയപാതയിൽ നമ്മൾ കാണുന്നത്. 2 ആഴ്ച മുൻപ് കല്ലട ബസ് ഇടിച്ചു തകർത്ത സിഗ്നൽ ലൈറ്റ് മാടവല ജംഗ്ഷനിൽ ഇതുവരെയും പുനഃസ്ഥാപിച്ചിട്ടില്ല. 4 റോഡുകൾ സംഗമിക്കുന്ന മാടവല ജംഗ്ഷനിൽ ഇതോടെ അപകടങ്ങൾ തുടർക്കഥയായി മാറുകയാണ്. ഇപ്പോൾ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി 2 ഹോം ഗാർഡുകളാണ് ഉള്ളത്. അവരുടെ ജീവൻ പോലും പണയം വെച്ചാണ് വാഹനങ്ങൾ അവർ നിയന്ത്രിക്കുന്നത്. അത്തരത്തിൽ അപകടകരമായ ഒരു സ്ഥലമാണ് മാടവല ജംഗ്ഷൻ. ദേശീയപാത അധികൃതരാണ് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കേണ്ടത്. എന്നാൽ അപകടം സംഭവിച്ച് 2 ആഴ്ച കഴിയുമ്പോഴും ഇതുവരെയും ഇവിടെ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല. ഈ ഇടപ്പള്ളി മുതൽ അരൂർ വരെ ദേശീയപാതയിൽ നിരവധി വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡിൽ അപകടങ്ങൾ പതിവായി മാറുകയാണ്. ഈ അപകടങ്ങളെ പറ്റി ഈ നാട്ടിലുള്ള ഒരാൾ തന്നെ നമ്മളോട് പറയും. മാടവല ജംഗ്ഷനിൽ സിഗ്നൽ വേണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. നിരവധി അപകടങ്ങളാണ് ദിനംപ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിലും തന്നെ വാഹനങ്ങൾ അമിത വേഗതയിലാണ് ഇവിടെ വരുന്നത്. തന്നെ നേരെ വന്ന് വണ്ടികളുടെ പുറകെ ഇടിക്കുക, സ്ഥിരം അപകടങ്ങളാണ്. ഒരു ദിവസം കൂടി വന്ന ഒരു 2 അപകടങ്ങൾ എന്തായാലും ഉണ്ടാവും. നിലവിൽ ഇവിടെ സിഗ്നൽ വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അതുപോലെ തന്നെ നിരവധി അതായത് ഏറ്റവും തിരക്കേറിയ ഒരു ദേശീയപാത കൂടി തന്നെയാണ്. വൈറ്റില പോലെ തന്നെ 4 സൈഡിൽ നിന്നും വാഹനങ്ങൾ വരുന്നത് മൂലം അത് സ്കൂൾ സമയങ്ങളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. കാരണം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിലവിൽ സിഗ്നൽ വേണമെന്ന് തന്നെയാണ് ആവശ്യം. കഴിഞ്ഞ ദിവസമൊക്കെ ഈ കണ്ണാടിക്കാട്, ചക്കരപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, വലിയ വാഹനങ്ങളാണ് കൂടുതലും ഇടിക്കുന്നത്. ഈ വോൾവോ ബസ് പോലെയുള്ള വാഹനങ്ങളാണ് ഈ 3ഇടത്തും അപകടങ്ങൾ ഉണ്ടാക്കിയതും. ബൈക്ക് യാത്രക്കാർ 3 പേരാണ് ഒരു മാസത്തിനിടയിൽ മരിച്ചതും. അമിത വേഗതയിൽ വന്ന് ഇടിച്ചു കയറുകയാണ് ശ്രദ്ധിക്കാതെ. ഈ സിഗ്നൽ ലൈറ്റ് മാത്രമല്ല, വേറെ എന്തെങ്കിലും സുരക്ഷാ മാർഗ്ഗങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ പറ്റി എന്തെങ്കിലും ധാരണ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അങ്ങനെ സിഗ്നൽ ഉണ്ടെങ്കിൽ ഈ അതുപോലെ തന്നെ സിഗ്നലും കൂടാതെ ടൈമിങ്ങും വെക്കണം. കാരണം ഈ സിഗ്നൽ കട്ടാവുന്നത് പെട്ടെന്ന് അറിയാനുള്ള ടൈമിങ്ങും കൂടി ഉണ്ടെങ്കിൽ അപകടങ്ങൾ കുറയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണാടിക്കാട്, വൈറ്റില, ചക്കരപ്പറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പതിവായും അപകടങ്ങൾ സംഭവിക്കുന്നത്. ഇവിടങ്ങളിലൊക്കെ സിഗ്നൽ സംവിധാനങ്ങൾ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിപ്പിക്കണമെന്നാണ് ജനങ്ങളും അഭിപ്രായപ്പെടുന്നത്. ഈ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൊരു പ്രദേശമാണ് മാടവല ജംഗ്ഷൻ. ഇതിൽ ഈ അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ദേശീയപാത വിഭാഗം അനാസ്ഥ കാട്ടിയെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ 2 ആഴ്ചയായിട്ടും സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാത്തത്. നിരവധി വാഹനങ്ങൾ ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്യുകയാണ്. 2 ഹോം ഗാർഡുകൾ ഈ വാഹനം നിയന്ത്രിക്കുന്നത് കാണാം. ഒരുപക്ഷെ അവർക്ക് ഏറ്റവും വെല്ലുവിളിയായി മാറുന്നത് അവർ കൈ കാണിക്കുമ്പോൾ നിർത്താതെ, അത് ശ്രദ്ധിക്കാതെ വാഹനങ്ങൾ പിന്നിലേക്ക് കയറുന്നു. അങ്ങനെ എതിരെ വരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്നു. അങ്ങനെ ഇവിടെ പല സ്ഥലങ്ങളിൽ മാടവല ജംഗ്ഷൻ, കണ്ണാടിക്കാട് തുടങ്ങിയ മേഖലകൾ പതിവായി വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടത് ആവശ്യമായി മാറുകയാണ്. ക്യാമറാമാൻ വിവേക് ജീവനത്തിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ് TV, കൊച്ചി.